ആറ്റിങ്ങലിന്റെ ചരിത്രം എന്താണെന്ന് പരിശോധിക്കാം. ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. പഴയ ചിറയൻകീഴായിരുന്ന കാലം മുതൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കം. 2019 തിരഞ്ഞെടുപ്പിൽ CPM കണക്കൂട്ടൽ മുഴുവൻ തെറ്റിച്ചാണ് 4ാം അംഗത്തിനിറങ്ങിയ A സമ്പത്തിനെ അടൂർ പ്രകാശ് മലർത്തിയടിച്ചത്. ഇടത് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയായിരുന്നു UDFന്റെ തേരോട്ടം. തീരപ്രദേശവും മലയോര മേഖലയും ഒന്നിക്കുന്ന മണ്ഡലം. NSSനും SNDPക്കും മുസ്ലിം നാടാർ വിഭാഗങ്ങൾക്കും ഒരുപോലെ സ്വാധീനം. നിസാരെന്ന് കരുതിയ സ്ഥാനാർത്ഥികൾ കേരള രാഷ്ട്രീയത്തിലെ വമ്പന്മാരെ അട്ടിമറിച്ച രാഷ്ട്രീയ പാരമ്പര്യം. കൂടുതൽ കാലവും ഇടതിനൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലം. 1957, 1962, 1967 3 തെരഞ്ഞെടുപ്പുകളിലും CPIMനൊപ്പം MK കുമാരൻ 2 തവണ ജയിച്ച മണ്ഡലത്തിൽ 1967 K അനിരുദ്ധൻ തോൽപ്പിച്ചത് SNDP യോഗത്തിന്റെയും കോൺഗ്രസിന്റെയും അനിഷേധ്യനായ നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ R ശങ്കരനെ. കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന് തുടക്കമായത് ആ തോൽവി എന്നത് ചരിത്രം. 1971 കോൺഗ്രസ് CPI സഖ്യം ഉണ്ടായിരുന്ന കാലത്തിലാണ് ആദ്യമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുന്നത്. വയലാർ രവി 1980 വരെ മണ്ഡലം കയ്യിലൊതുക്കി. 1980 അബ്ദുൾ റഹീമും 1984 1989 തലേക്കുന്നിൽ ബഷീറും മണ്ഡലം കോൺഗ്രസിനായി കാത്തു. പിന്നീട് 20 വർഷത്തിന് ശേഷം സുശീല ഗോപാലൻ ഇടതുപക്ഷത്തിനു വേണ്ടി ആറ്റിങ്ങൽ തിരിച്ചുപിടിച്ചു. 2014 വരെ A സമ്പത്തിലൂടെ ഇടത് വിജയഗാഥ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ചരിത്രമെല്ലാം പഴങ്കഥയാക്കി. ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കാത്ത ചരിത്രം ആറ്റിങ്ങലിലും അടൂർ പ്രകാശ് ആവർത്തിച്ചു. ഭൂരിപക്ഷം 38,247. ആറ്റിങ്ങല് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ കള്ളയോട്ട് കണ്ടെത്തിയതും ആ കള്ളയോട്ട് ചെയ്യിക്കാതിരുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയസാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 1,72,000 വോട്ടുകൾ എന്ന് പറയുന്നത് ചെറിയ ഒരു നമ്പറല്ല. 2019 BJPയും ആറ്റിങ്ങലിൽ കരുത്ത് കാട്ടി. 2014 1.5 ലക്ഷത്തിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത്. 10% നിന്ന് 25% BJP വോട്ട് വർദ്ധിപ്പിച്ചു. അടൂർ പ്രകാശിന്റെ സ്വീകാര്യത കഴിഞ്ഞാൽ വർദ്ധിച്ചുവരുന്ന BJP സാന്നിധ്യമാണ് ഇടതുപക്ഷത്തെ ആശങ്ക. 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് MLAമാർ. വർക്കല, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളിലും ഇടതു ഭരണത്തിൽ. ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF തന്നെ. ഒരു MPയുടേതായ ഒരു പ്രവർത്തനം വേണമല്ലോ ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അത് തീരെ കുറഞ്ഞുപോയ അല്ലെങ്കിൽ തീരെ ഇല്ലാതിരുന്ന ഒരു മണ്ഡലമാണ്, സാന്നിധ്യമില്ലാതിരുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. അതെവിടെ പോയി ചോദിച്ചാലും ആളുകൾ പറയും. 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന്റെ MLAമാരാണ് ഉള്ളത്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അടച്ച് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ വികസന പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം പോലെ തന്നെ പാർലമെന്റിലും അത് വരും. രാഷ്ട്രീയക്കാറ്റിൽ വൻമരങ്ങൾ കടപുഴകിയ മണ്ണാണ്. പ്രവചനാതീതമാണ് വോട്ടർമാരുടെ മനസ്സ്.